ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 3rd സെമസ്റ്ററിലെ BA ഇംഗ്ലീഷിലെ മെയിൻ പേപ്പറായ അപ്രിസിയേറ്റിംഗ് പ്രോസിലെ സെക്ഷൻ 2-ലെ ഫസ്റ്റത്തെ ചാപ്റ്ററായിട്ടാണ് ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ്. വളരെ ഷോർട്ടായിട്ടുള്ള സമ്മറിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഫ്രാൻസിസ് ബേക്കനെ കുറിച്ചിട്ട് നോക്കാം. ഹീ ഈസ് എ ലോയർ, statesman, philosopher, master of English language. He is also known as the father of scientific method. He is known as the father of modern English prose. എന്താണ് ഇദ്ദേഹം? ലോയറാണ്, സ്റ്റേറ്റ്സ്മാൻ ആണ്, ഫിലോസഫറാണ്, മാസ്റ്റർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അതായത് PG ആണ്. ഇദ്ദേഹം സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ഇംഗ്ലീഷ് പ്രോസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് ബേക്കൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ഷോർട്ടാണ്. ഇനി അപ്പോൾ ഇതിൽ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്രാൻസിസ് ബേക്കൻ്റെ പ്രോസ് സ്റ്റൈൽസ് ആണ്. അത് 8 പോയിൻറ്റ്സ് ആണുള്ളത്. ആ 8 പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, ബേക്കൺ ഡിസ്ക്രൈബ്ഡ് ഈസ് എസ്സേസ് എ ഡിസ്പ്രസ്ഡ് മെഡിറ്റേഷൻ. ഇദ്ദേഹം ഡിപ്രസ് ചെയ്യുന്നത് മെഡിറ്റേഷനാണ്. അടുത്ത നെക്സ്റ്റ് പോയിൻറ്റ്, മെനി ഇംഗ്ലീഷ് വേർഡ്സ് ഹാഡ് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് മീനിങ് ഇൻ ബേക്കൺസ് ഡേയ്സ്. ഓൾസോ ഡിഫറെൻറ്റ് വേ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. എല്ലാവരും ഇംഗ്ലീഷിൽ പോയത്തിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്ങും സ്പെല്ലിങ്ങും ഗ്രാമറും ആണ് നമ്മുടെ ഫ്രാൻസിസ് ബേക്കൻ്റെ. പിന്നെ നെക്സ്റ്റ് പോയിൻറ്റ്, എപ്പിഗ്രാമാറ്റിക്, അഫോസ്റ്റിക്, പിത്തി ആൻഡ് തേർസ്റ്റൈൽ. നെക്സ്റ്റ് പോയിൻറ്റ്, യൂസ് ഓഫ് സിമിലീസ്, മെറ്റഫോർ ആൻഡ് അതർ ഫിഗർ ഓഫ് സ്പീച്ച്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ ഒരുപാട് സിമിലീസും മെറ്റഫേഴ്സും അതുപോലെ തന്നെ മറ്റ് പല ഫിഗർ ഓഫ് സ്പീച്ചസും ഉണ്ട്, അതായത് പേഴ്സോണിഫിക്കേഷൻ അതുപോലത്തെ. പിന്നെ ഇതിൽ ലാറ്റിൻ എക്സ്പ്രഷൻസ് ആണ് ആൻഡ് കൊട്ടേഷൻ. ലാറ്റിൻ എക്സ്പ്രഷൻസ് വിത്ത് കൊട്ടേഷൻ ആണ് ബേക്കൻ്റെ സ്റ്റൈല്. റെട്രോറിക്കൽ ഡിവൈസസ് ഉണ്ട്, എസ്പെഷ്യലി പാരൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ആൻറ്റിതിസിസ് ഇൻ അഫ്രോസിമസ്. പിന്നെ വേർഡ്ലി വിസ്ഡാണ്. ദെൻ ലാസ്റ്റ് വൺ, ഫിലോസഫി. ഇത്രയാണ് ഈ 8 പോയിൻറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേക്കൺ സ്റ്റൈൽ, പ്രോസ് സ്റ്റൈലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഫ് സ്റ്റഡീസിൻ്റെ മെയിൻ സമ്മറിയിലേക്ക് കിടക്കാം. Bacon begins the essay by stating that there are 3 basic purposes for studying. One is for delight, second is for ornament, and the third is to attain ability. So basically, he believes that studies help those who read for enjoyment, those who wish to improve their written or spoken language skills, and also those who want to add value to the products or services that they bring to the marketplace. According to Bacon, studying for delight is used as a private or retirement activity, and for ornament it is used in discourses, and to attain ability it is used in the judgment and nature of business. Then goes on to say that expert men are definitely capable in their own way, but not as good as learned men. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പ്രത്യേകിച്ച് വളരെ ഷോർട്ടായിട്ടുള്ളൊരു എസ്സേ ആണെങ്കിൽ കൂടിയിട്ട് ഇതിലെ കണ്ടൻറ്റ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് 3 ബേസിക് പർപ്പസ് ഫോർ ദി സ്റ്റഡിയിങ്. ഏതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് പർപ്പസ്? 3 പർപ്പസ് പറയുന്നുണ്ട്. വൺ ഈസ് ഫോർ ഡിലൈറ്റ്, സെക്കൻഡ് ഈസ് വൺ ഓർണമെൻറ്റ്, ആൻഡ് തേർഡ് ഈസ് വൺ എബിലിറ്റി. അതായത് ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലഷർ, സെക്കൻഡ് ഓർണമെൻറ്റ് പറഞ്ഞാൽ അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളത്, എബിലിറ്റി എന്ന് വെച്ചാൽ കഴിവ്. അതായത് ഈ 3 എണ്ണമാണ് നമ്മുടെ ഈ സ്റ്റഡീസിന് സഹായിക്കുന്നത്. അതായത്
നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഡിലൈറ്റ്, അതായത് സ്റ്റഡീസ് നമ്മൾ ഡിലൈറ്റ് ചെയ്യും, അതായത് സന്തോഷിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ വേറൊരാളായിട്ട് കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്റ്റഡീസ് നമ്മൾ ഓർണമെൻ്റ് ചെയ്യും. കാരണം അവിടെ സംസാരിക്കാൻ നമുക്ക് അവിടെ ഒരു അലങ്കാരത്തിൻ്റെ ആവശ്യമുണ്ട്, അത് ഈ ഓർണമെൻറ്റിലൂടെ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ എബിലിറ്റീൻ്റെ ഒരു കാര്യം വരുമ്പോൾ അത് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള മെയിൻ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അവിടെ എബിലിറ്റി വന്നിട്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് സ്റ്റഡീസിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ സ്റ്റഡീസ് യൂസ് ചെയ്താൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കാര്യമില്ല. അത് ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഡിലൈറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഓർണമെൻറ്റ്, അലങ്കാരത്തിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, അത് വെറും അഭിനയം മാത്രമായിരിക്കും. അതുപോലെ തന്നെ എബിലിറ്റി ഈസ് ദ സ്റ്റഡി സ്ട്രെങ്ത് ആണ്. മെനി ടൈംസ് പെയിൻറ്റിങ് സ്റ്റഡീസ് ഓർ സ്ലോത്ത്. എബിലിറ്റി പറഞ്ഞത് സ്ട്രെങ്ത് ആണ്. അതിന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നത് ഒരു സ്ലോത്തായിട്ട് മാറും. അതായത് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യരുത്, അത് സ്ലോത്ത്, അതായത് ഒച്ചിനെ മാറി മെല്ലെ മെല്ലെ പോവും. അതായത് ഒരു മടി പിടിക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ബേസിക് ആയിട്ടുള്ള ആ 3 പർപ്പസ് ഓർക്കുക. ഡിലൈറ്റ്, ഓർണമെൻറ്റ്, എബിലിറ്റീസ്, ഇത് 3 പോയിൻറ്റ്സ് ഓർക്കുക. ഇതാണ് പിന്നെ ഇതിലെ അതിനെ കുറിച്ചിട്ട് ഡിലൈറ്റും ഓർണമെൻറ്റ്സും എബിലിറ്റീനെ കുറിച്ചിട്ട് കാര്യം പറയുക. ഇതാണ് ഈ പാരഗ്രാഫിലുള്ളത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുമ്പോൾ ബേക്കൺസ് then goes on to describe 3 kinds of men: crafty men, simple men, and wise men. He states that crafty men criticize and disapprove of studies, not realizing its value, while simple men admire and appreciate studies. On the other hand, it is wise men who use studies effectively and wisely, combining in with observation. Bacon warns one against reading merely in order to argue or refute, nor should one read in order to take it at its face value, believing everything. He also says one mustn't read in order to find something to talk about or discuss, but one must read in order to consider and contemplate. Then goes on to talk about different kinds of books and advises one to spend time to each kind of book depending on its quality. അപ്പം ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ 3 kinds of men, അതായത് മനുഷ്യന് എങ്ങനെയാണ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിൽ 3 പോയിൻറ്റ്സ് ഉണ്ട്: ക്രാഫ്റ്റി മെൻ, സിമ്പിൾ മെൻ, വൈസ് മെൻ. ഇതിൽ ക്രാഫ്റ്റി മെൻ എന്ന് വെച്ചാൽ കൗശലക്കാരായ ആൾക്കാരുണ്ടാവില്ലേ, അത്തരത്തിലുള്ള ആൾക്കാർ. അതായത് അവർക്ക് ഈ സ്റ്റഡീസിന്, അതായത് ഈ റീഡിംഗ് എന്ന് പറയുന്നത് വെറും പുച്ഛാണ്, ഒരു പുച്ഛിച്ചോണാണ്, കണ്ടംപ്റ്റാണ്. അതുപോലെ തന്നെ സിമ്പിൾ മെൻസിന് അത് ഒരു അഡ്മയറാണ്, ഒരു ആശ്ചര്യ രൂപത്തോടെയാണ് അവർ ഇതിനെ നോക്കിക്കാണുന്നത്. പിന്നെ ഒന്നുള്ളതാണ് വൈസ് മെൻ, അതായത് ഇവർ സ്റ്റഡീസിന് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, മെൻസിനെ കുറിച്ചിട്ട് ഉള്ള 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ക്രാഫ്റ്റി മെൻ, സിമ്പിൾ മെൻ, വൈസ് മെൻ. പിന്നെ പറയുന്നത് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ബുക്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് നോക്കാം. Some books only need to be tasted, while some others may be swallowed and others may be chewed and digested, meaning that one must not spend too much time on books that need only be tasted or skimmed through, and one only needs to briefly go through some other books or can be understood through secondary sources too. But the third kind of book that are to be chewed and digested needs close and careful reading, and these are useful books of good quality. Bacon defines the purpose of reading by stating the reading makes man full or complete, while conference makes one a ready man, and writing makes one an exact
exact man. The essayist also says that if a man writes less, he will lack of good memory. He speaks too little, he will lack wit and presence of mind. And if he reads less, he won't have much knowledge and learning. അപ്പോൾ ഈ ബുക്സിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? എന്തിനാണ് ബുക്ക് വായിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബുക്ക് വായിക്കുന്നത് നമുക്ക് എന്താണ് തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലത് മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് ബുക്ക് വായിക്കുന്നത്. അതായത് ചിലർക്ക് ബുക്കിനെ പറ്റിയിട്ട് ഇതിൽ 3 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ചിലർക്ക് ബുക്ക് ടേസ്റ്റ് ചെയ്യാനാണ്. അതായത് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ചിലർക്ക് ചുമ്മാ ഒന്ന് വായിക്കാൻ, ചിലർക്ക് അത് സ്വാലോ ചെയ്യാം, ഒന്നായിട്ട് വിഴുങ്ങി മൊത്തത്തിൽ വായിക്കാൻ, ചിലർക്ക് ച്യൂ ചെയ്യുക, അതുപോലെ ഡൈജസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് ചിലർ ചവച്ചരച്ച് നല്ല ക്ലിയറായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ചിലർ വായിക്കും. അതായത് നമുക്ക് ചുമ്മാ ഒന്നും ബുക്ക് വായിക്കരുത്. ചിലവരൊക്കെ ഒരു ഫ്രീ ടൈമിൽ വായിക്കും, ചിലവരത് ഒന്നായിട്ട് ഒറ്റയടിക്ക് വായിക്കാൻ നോക്കും, ചിലർ അത് ചവച്ചരിച്ച് നല്ല ക്ലിയറായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടി വായിക്കും. ശരിക്കും അങ്ങനെയാണ്, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ബുക്ക് വായിക്കേണ്ടത്. അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് ബുക്കിനെ പറ്റിയിട്ട് ഇതിൽ പറയുമ്പോൾ ഏതൊക്കെയാണ്, ഒന്ന് ടേസ്റ്റ് ചെയ്യാനോ, ഒന്ന് സാലോ ചെയ്യാനോ, ഒന്ന് ച്യൂ ആൻഡ് ഡൈജസ്റ്റ്. ഇതിൽ ഇപ്പം നമ്മൾ ഒന്ന് ബേസിക് പർപ്പസ് പറഞ്ഞ് ഏതൊക്കെയാണ്, ഡിലൈറ്റ്, ഓർണമെൻറ്റ്, എബിലിറ്റി. പിന്നെ 3 kinds ഓഫ് മെന്നിനെ കുറിച്ച് പറഞ്ഞ്, ക്രാഫ്റ്റി മെൻ, സിമ്പിൾ മെൻ, വൈസ് മെന്ന്. പിന്നെ പറഞ്ഞത് ബുക്സിനെ പറ്റിയിട്ട് ടേസ്റ്റ് ചെയ്യാനും സാലോ ചെയ്യാനും ച്യൂ ആൻഡ് ഡൈജസ്റ്റ് ചെയ്യാനും. അപ്പോൾ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാണ്ട്, അബൺ സ്റ്റഡിയ. അതായത് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സ്റ്റഡീസ് ആർ ഇൻഫ്ലുവൻസ് ഫോർ മാനേഴ്സ്. ഒബീഡിയൻറ്റ് സ്റ്റഡിയാസിൻ്റെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ വന്നാൽ അതിന് ആൻസർ ഇത്രയേ ഉള്ളൂ, സ്റ്റഡീസ് ആർ ഇൻഫ്ലുവൻസ് ഫോർ മാനേഴ്സ്. എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്യാം. ഫ്രാൻസിസ് ബേക്കൺ ഈസ് എക്സ്പ്ലെയിൻഡ് ടു അസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡീസ് ഇൻ അവർ ലൈഫ്. ഇതിൽ ബേക്കൺ പറയുന്നത് നമ്മുടെ ലൈഫിൽ സ്റ്റഡീസിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഇവിടെ ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് essay focus on 2 everlasting themes that Bacon believed in, the first being superiority of the learned in making judgment. The second is the concept that the value of studies is connected with its usefulness. Throughout the essay, Bacon advises against using studies as a means to show off in front of others or to use it to argue with others. Instead, he believed that studies had the ability to help discipline in the mind. അതായത് ഇതിൽ 2 ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദിസ് എസ്സേ ഫോക്കസ് ഓൺ 2 everlasting. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ദ സുപ്പീരിയോറിറ്റി ഓഫ് ദ ലേൺഡ് ഇൻ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്. സെക്കൻഡ് വൺ, the concept that the value of studies is connected with its usefulness. രണ്ടെണ്ണം ആണ് എവർലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റഡീസിനെ പറ്റി പറയുമ്പോൾ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചാണ് ഓരോ പഠനവും തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെ വെച്ചാൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ നടക്കുന്നത് ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ റൈഡ് ചെയ്യുന്നത് നമ്മുടെ ഹെഡിന് വേണ്ടിയിട്ട്. അതായത് കുതിരപ്പുറത്തൊക്കെ റൈഡ് ചെയ്യുന്നത് ഹെഡിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓരോ പ്രശ്നത്തിനും ഓരോ സൊല്യൂഷൻ ഉണ്ട്. അതായത് ഇറ്റ്സ് എ ഇമ്പോർട്ടൻ്റ് എസ്സേ ഫോർ ബേക്കൺ. ഇത് ബേക്കൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ്. അപ്പോൾ എന്താ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ അവർ ലൈഫിൽ. ഇതാണ് ബേക്കൺ പറയുന്നത്. ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ടാണ് ഓരോ സ്റ്റഡീസും തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ എസ്സേ. വളരെ സിമ്പിൾ എസ്സേ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കണ്ടൻറ്റുമാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.